കേരളത്തിൽ ഇനി വരാനിരിക്കുന്നത് അതിശക്തമായ UDF തരംഗമാണെന്ന് അഡ്വക്കേറ്റ് എ ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അക്ഷരം പ്രതി ശരിയായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ജയശങ്കർ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ച് വെറുതെ കയ്യും കെട്ടി നോക്കിയിരുന്നാൽ ഒന്നും കോൺഗ്രസ് ജയിക്കില്ല. ഇടതുപക്ഷത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ച് നല്ലൊരു ഭരണം ഈ സംസ്ഥാനത്ത് കാഴ്ചവെക്കാൻ ഇവിടെ കോൺഗ്രസിനും UDFനും കഴിയും എന്നൊരു പ്രതീതി ഉണ്ടാക്കാനെങ്കിലും അവർക്ക് കഴിയണം. പോകുന്ന വള്ളത്തിനൊരു തള്ള് എന്നുള്ള രീതിയിൽ അലംഭാവം കാണിച്ചാൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സർവേയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് UDFന് കേരളത്തിൽ ഭരണം ലഭിക്കുമെന്നും കേരളത്തിലുള്ള ആകെയുള്ള 140 സീറ്റുകളിൽ 110 വരെ സീറ്റുകളും ഇനി കോൺഗ്രസും UDFും നേടുമെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള ലോക്സഭാ മണ്ഡലത്തിലേക്കും ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ 20-ൽ 18 സീറ്റുകളും UDF നേടുമെന്നും ഇന്ത്യ ടുഡേ പറയുന്നതാണ് ജയശങ്കർ വക്കീൽ ആധികാരികമായി പ്രതിപാദിച്ചത്. ഏതായാലും UDFന് നേരെ നിന്നാൽ ചാകരയാണ്. പക്ഷേ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും മുന്നണിയിലെ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളുമെല്ലാം വളരെയധികം ശ്രദ്ധിക്കണമെന്ന വളരെ നല്ലൊരു ഉപദേശമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചില ആധികാരിക രേഖകളിലൂടെ പറയുന്നത്. UDFനും പ്രത്യേകിച്ച് കോൺഗ്രസിനും അദ്ദേഹം നൽകിയിരിക്കുന്ന ഉപദേശവും അത് തന്നെയാണ്. അദ്ദേഹം പറയുന്നതിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന പേരിൽ കുഞ്ഞാലിക്കുട്ടിയെയും ചൂണ്ടിക്കാട്ടുന്നു. നമുക്കറിയാം UDF 110 സീറ്റുകൾ നേടുമെന്ന് പറയുമ്പോൾ അതിൽ 92-ഓ 93-ഓ സീറ്റുകളിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അതിൽ 70 സീറ്റുകളെങ്കിലും മുകളിൽ നേടിയാൽ മാത്രമേ ഇത്തരമൊരു ഫിഗറിലേക്ക് 110 എന്ന ഫിഗറിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ 25 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശപ്പെടുക എന്നറിയുന്നില്ല. ഏതായാലും മുഖ്യമന്ത്രി ആരാണെന്ന് പേരിൽ കോൺഗ്രസിനെ തമ്മിൽ തല്ലിക്കുമ്പോഴും ഒരു കാര്യം എല്ലാവരും ഉറപ്പിച്ചു പറയുന്നു, ഇനി കേരളത്തിൽ UDF തരംഗം എന്ന് തന്നെയാണ്. ഏതായാലും നമുക്ക് ജയശങ്കർ വക്കീൽ പറഞ്ഞ ആ കാര്യങ്ങൾ കേട്ടു നോക്കാം. ആഹ്ലാദത്തിലും പ്രതീക്ഷയിലുമാണ് കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് വലിയ ആവേശത്തിലാണ്. അവരുടെ ആവേശത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ നടത്തിയ അഭിപ്രായ സർവേയുടെ റിസൾട്ട് പുറത്തു വന്നു. റിസൾട്ടല്ല, യഥാർത്ഥത്തിൽ ചില സൂചനകളാണ്. അഭിപ്രായ സർവേയിൽ കാണുന്നതൊന്നും അതുപോലെ സത്യമായിക്കൊള്ളുന്നില്ല, പക്ഷേ അത് ചില സൂചനകൾ നൽകുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇവർ നൽകുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ UDFന് വലിയ മേൽക്കൈ ലഭിക്കും. അവരുടെ കണക്ക് പ്രകാരം പാർലമെൻറ്റിലേക്കാണെങ്കിൽ 18 സീറ്റ് UDF ജയിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ അതേ റിസൾട്ട് ആവർത്തിക്കും എന്നർത്ഥം. നിയമസഭയിലേക്കാണെങ്കിൽ ഏതാണ്ട് 110 സീറ്റ് വരെ, ചെറിയ റിസൾട്ടൊന്നുമില്ല, 110 സീറ്റ് വരെ UDFന് കിട്ടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കും. LDF ദയനീയമായി പരാജയപ്പെടും എന്ന് മാത്രമല്ല BJP നില മെച്ചപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഈ അഭിപ്രായ സർവേകൾ കൃത്യമായ തെരഞ്ഞെടുപ്പ് ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ പൊതുവേ ഉള്ളൊരു പൾസ് റേറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന അതിൽ നിന്ന് കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തന്നെ 100% ശാസ്ത്രീയമോ അല്ലെങ്കിൽ ഫലപ്രദമായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലുള്ള സാമ്പിൾ സർവേകൾ നിരവധി നടത്തിയതാണ്. എല്ലായിടത്തും കോൺഗ്രസ്സാണ് മുൻകൈ നിന്നത്. പക്ഷേ ആ മുൻതൂക്കം വോട്ടിന് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല. എക്സിറ്റ് പോളിൽ കണ്ട റിസൾട്ട് പോലുമല്ല, വോട്ടിന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ റിസൾട്ട് ഭയങ്കരമായിരുന്നു. മഹാരാഷ്ട്രയിലും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് സംഭവിച്ചത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഈ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇതുപോലെയൊക്കെ തന്നെയുള്ള റിസൾട്ടുകൾ ഉണ്ടായി. അഭിപ്രായ സർവേയിലും എക്സിറ്റ് പോളിലും ഒക്കെ കോൺഗ്രസ്സാണ് ജയിച്ചത്. പക്ഷേ വോട്ടിന് കഴിഞ്ഞപ്പോൾ BJPയുടെ സർക്കാരാണ് അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ഈ അഭിപ്രായ സർവേ ഒന്നും അധികം വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് റിസൾട്ട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ CPMകാരെ തന്നെ പൈസ കൊടുത്ത് കോൺഗ്രസ്സുകാരെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഇതുപോലുള്ള സാമ്പിൾ സർവേ നടത്തിച്ചാകാൻ പോലും സാധ്യതയുണ്ട്. കാരണം സാമ്പിൾ സർവേയിൽ നമ്മൾ ജയിച്ചല്ലോ എന്ന് വിചാരിച്ച് കോൺഗ്രസ്സുകാർ മടിയന്മാരായതുകൊണ്ട് ആമയും മൊയിലും എന്ന കഥയിലെ മൊയിലിനെ പോലെ ഇനി കിടന്നു തുടങ്ങും. ആ സമയത്ത് ആമയുടെ റോളിൽ CPMനും LDFനും ജയിച്ച് കയറാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റിയില്ല. ഏതായാലും ഇങ്ങനൊരു സാമ്പിൾ സർവേ വന്നിട്ടുണ്ട്. 110 സീറ്റിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പൊതുവിലുള്ളത്. VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലാണെങ്കിലും ഒക്കെ സത്യപ്രതിജ്ഞ കിട്ടുകൊണ്ട് വല്ല കുപ്പായം വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞാപ്പ വിട്ടുകൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കണ്ട, അദ്ദേഹവും ഒരു ചെറിയ പച്ച കുപ്പായം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആരായിരിക്കും അവസാനം കേരള മുഖ്യമന്ത്രി ആകുക എന്ന് പറയാൻ ഞാനാളല്ല. ഏതായാലും UDFകാർക്ക് ആവേശം പകരുന്ന ഈ സർവേയുടെ റിസൾട്ടിനെ പറ്റി പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ഒരു വലിയ UDF അനുകൂല വികാരമല്ല, ഒരു വലിയ LDF വിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് സത്യമാണ്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് കൂടുതൽ ശരി, LDFനോടല്ല. നമ്മുടെ കാരണഭൂതൻ നയിക്കുന്ന രണ്ടാം മന്ത്രിസഭയോട് ജനങ്ങൾക്ക് പൊതുവെ ഒരു വിപ്രതിപത്തിയുണ്ട്. 5 കൊല്ലം ഭരിച്ച സർക്കാരിനോട് ന്യായമായിട്ട് ജനങ്ങൾക്ക് ഒരു വിപരീത വികാരമുണ്ട്. 10 കൊല്ലം ഭരിച്ച സർക്കാരാണെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടാകും.
ആ ഭയങ്കരതയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണഭൂതനെക്കുറിച്ച് തന്നെ ആളുകൾക്ക് നല്ല അഭിപ്രായമില്ല. മന്ത്രിമാരാണെങ്കിൽ എല്ലാവരും ഒന്നിനൊന്ന് മികച്ച കഴിവ് തെളിയിച്ച ഭരണാധികാരികളായതുകൊണ്ട് ജനങ്ങൾക്ക് ഇവരെക്കുറിച്ചൊക്കെ ഭയങ്കര മതിപ്പാണ്, അതിഭയങ്കര മതിപ്പാണ്. അതാണ് സത്യം പറഞ്ഞാൽ യു ഡി എഫിനുള്ള ഒരു സൗകര്യം. അവരുടെ മേന്മ കൊണ്ട് ജയിക്കണമെന്നില്ല, അവരുടെ മേന്മ ഇവിടെ ഒരു വിഷയമേ അല്ല, മറിച്ച് ഇവരുടെ ഭരണത്തിൻ്റെ മേന്മ അത് ഓരോ മലയാളിക്കും അനുഭവവേദ്യമാണ്. സകല സാധനങ്ങളുടെയും നികുതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ മഹാനായ ധനകാര്യമന്ത്രി ബാലഗോപാലൻ. പിന്നെ മനുഷ്യജീവിതം ഏതാണ്ട് അസാധ്യമാക്കി തീർത്തിട്ടുണ്ട്. കാരണഭൂതൻ്റെ കീഴിലുള്ള പോലീസ്, ഗുണ്ടാ സംഘങ്ങൾ, മാഫിയകൾ ഒക്കെ അവരുടെ പ്രവർത്തനം വളരെയധികം വിപുലീകരിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ തിരിക്കുകയാണ്. അതിന് പുറത്താണ് വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി, സാംസ്കാരമില്ലാത്ത സാംസ്കാരിക മന്ത്രി, മറ്റ് മന്ത്രി പുങ്കവന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ ഭരണാഭാസം. അപ്പോൾ ഏത് നിലക്കും ഇനി വോട്ടിംഗ് മെഷീൻ കൊടുത്ത് വെക്കേണ്ട താമസമുള്ളൂ. കോൺഗ്രസ്സുകാർ ഒരു പ്രവർത്തനം നടത്തട്ടെ, നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി, ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കാരണഭൂതൻ കേരള സംസ്ഥാനം ഭരിച്ച് മുടിപ്പിച്ച് നിർമൂലമാക്കിയിട്ട് പോകുള്ളൂ എന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർക്ക് ജയിക്കാം. പക്ഷേ അവിടെ പാളയത്തിൽ പടയാണ്. ഒരാൾ മുഖ്യമന്ത്രി ആവുമോ എന്ന് പേടിയിൽ ബാക്കിയുള്ളവർ എല്ലാവരും ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. ഒരാളുടെ കാലം പിടിച്ച് വലിക്കാൻ മറ്റുള്ളവരുടെ കാലം പിടിച്ച് വലിക്കാൻ ഇവർ. അങ്ങനെ വലിയ തമാശകൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ്, സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള അവസാന ശ്രമത്തിലാണ് CPM. അതിനുള്ള കളികൾ വേറെ കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. വഖഫ് നിയമ ഭേദഗതി പോലുള്ള തമാശകൾ. ഇന്ത്യ ടുഡേ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്, BJP നില മെച്ചപ്പെടുത്തുകയാണ്, CPM ൽ നിന്ന് ചോരുന്ന വോട്ടുകൾ BJP-യിലേക്കാണ് പോകുന്നത് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് വളരെ ശക്തമാണ്. ഈ ഭരണത്തെക്കുറിച്ച് രണ്ട് പേർക്ക് മാത്രമേ നല്ല അഭിപ്രായമുള്ളൂ. ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, മറ്റോ അദ്ദേഹത്തിൻ്റെ മരുമോൻ മുഹമ്മദ് റിയാസിനാണ്. ബാക്കി സകല ആളുകൾ ഈ ഭരണം കേരള സംസ്ഥാനം ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും തല്ലിപ്പൊളിയാണ് എന്ന അഭിപ്രായമുള്ളവരാണ്, മന്ത്രിമാരുൾപ്പെടെ. അവർക്കത് പറയാൻ നിവൃത്തിയില്ല, പറയാൻ ധൈര്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അവരുടെ സമ്മതിദാന അവകാശം കൃത്യമായി വിനിയോഗിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതിനിപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഒപ്പീനിയൻ പോലൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അത്രയും മനോഹര മനോജ്ഞ ചൈനയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.